श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഉമാമഹേശ്വര സംവാദത്തോടു കൂടിയാണ് രാമായണം ആരംഭിക്കുന്നത്. സാക്ഷാൽ ശ്രീപരമേശ്വരൻ പ്രാണവല്ലഭയായ ശങ്കര പ്രാണവല്ലഭ എന്ന് പറയുന്ന പാർവതീദേവിക്കാണ് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ കഥ എങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ബാലകാണ്ഡത്തിൽ താടകാവധം നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. താടകാവധം. ഈ താടകയെ വധിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ അസുരകുലത്തെ നശിപ്പിക്കാനുള്ള ആദ്യത്തെ അമ്പை അയക്കുന്നത്. ഭൂമിയിൽ അസുരവംശം പെരുകി വരികയാണ്. രാവണനാണ് അവരുടെ എല്ലാം നേതാവ്. ഇങ്ങനെ ആസുരീകത പെരുകി വന്നപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിലാണ് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഗോവിൻ്റെ രൂപത്തിൽ ഭൂമിദേവി പോയത്? പശു ആധ്യാത്മിക തലത്തിൽ നമുക്കേറെ പ്രിയപ്പെട്ട ഒരു മൃഗമായത് എന്തുകൊണ്ട് ഗോഹത്യ നമ്മൾ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മറ്റ് മൃഗങ്ങൾക്കില്ലാത്ത സവിശേഷതകൾ എന്താണ് പശുവിനുള്ളത്? പശുവിനൊരു പ്രത്യേകതയുള്ളത്, പശുവിൻ്റെ നട്ടെല്ലിനുള്ളിൽ സൂര്യകേതു നാഡി എന്നൊരു പ്രത്യേക നാഡിയുള്ള ഒരു ഏക മൃഗമാണ് ഗോവ് അല്ലെങ്കിൽ പശു. ഈ സൂര്യകേതു നാഡിയുടെ പ്രത്യേകത സൂര്യപ്രകാശത്തിലുള്ള സ്വർണാംശത്തെ പിടിച്ചെടുക്കാൻ കഴിയും. അത് എന്നിട്ട് പാലിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് പാലിന് ഇത്രയും ഔഷധ ഗുണമുള്ളതെന്ന് ആചാര്യന്മാർ പറയുന്നു. പശു പച്ചപ്പുല്ലും പച്ചിലകളൊക്കെ ആഹരിച്ചു കഴിഞ്ഞാൽ അതിലും വിഷാംശമുണ്ടാകും. അപ്പോൾ പശു കഴിച്ച ആഹാരത്തിലെ വിഷാംശമെല്ലാം അതിൻ്റെ ശരീരത്തിൽ മാംസത്തിലാണ് പ്രവേശിക്കുക. അതിൻ്റെ ഔഷധ ഗുണമെല്ലാം പാലിലാണ്. അതുകൊണ്ടാണ് പൂർവികന്മാർ പറഞ്ഞത് പശു മാംസം നിഷിദ്ധമാണ്. കാരണം അത് കഴിച്ച ആഹാരത്തിൻ്റെ വിഷാംശമുണ്ടാകും. പണ്ട് അനാദികാലത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ പശുവിനെ ഉപയോഗിച്ചിരുന്നു. പശുക്കളെ മേയാൻ വിട്ട് അത് വിശ്രമിക്കുന്ന സ്ഥലത്ത് ജിയോ മാഗ്നറ്റിക് എനർജി, ഭൂമിയിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ഊർജ തരംഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അത് ഏറ്റവും ശാന്തരസത്തിൻ്റെ ഏറ്റവും സമന്വയമായ മുഖമാണ് പശു. ഒരു പ്രസിദ്ധ നർത്തകി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ശാന്തഭാവം അഭിനയിക്കാൻ പശുവിൻ്റെ മുഖത്ത് നിന്നാണ് പഠിച്ചതെന്ന്. ഏറ്റവും ശാന്തമായ ഇടത്തെ പശുക്കളെ വിശ്രമിക്കൂ. അവിടെയാണ് പണ്ട് ക്ഷേത്രങ്ങൾക്ക് ശ്രീകോവിലുകളൊക്കെ ഉണ്ടായത്. പശു പ്രത്യേക രീതിയിലുള്ള പശുവിന് പ്രത്യേകതയുണ്ട്. അതിന് താടയുണ്ടാകും. അതിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗവും ചലിപ്പിക്കാൻ കഴിയും. വാല് നിലത്ത് മുട്ടും. അതിൻ്റെ ചെവികൾ, കണ്ണുകൾ എല്ലാം ലക്ഷണയുക്തമായ ഒരു മൃഗമാണ്, പവിത്രമായ മൃഗം. പശുവിൻ്റെ ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലും സകല ദേവതകളും കൂടിയിരിക്കുന്നു എന്നാണ് സനാതന ധർമ്മം പറയുന്നത്. ദേവന് അഭിഷേകം ചെയ്യാൻ പശുവിൻ്റെ പാല് വേണം. ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച് ആ ക്ഷേത്രത്തിൽ ദേവൻ കണ്ണ് തുറക്കുമ്പോൾ പശുവും അവിടെ ആ നടയിൽ വന്നിരിക്കണം. അശുദ്ധമായാൽ, ക്ഷേത്രം അഗ്നിക്കരയായാലൊക്കെ പശുവിനെ കൊണ്ടുവന്ന് അതിൻ്റെ ചാണകവും മൂത്രവും അവിടെ വീഴ്ത്തിയിട്ട് മാത്രമേ ശുദ്ധികർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് പശു വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതാ സങ്കല്പത്തിൽ. അതുകൊണ്ടാണ് 3 മാതാക്കൾ നമുക്കുണ്ട്. ഒന്ന് സ്വമാത, രണ്ടാമത്തെ മാതാ ഭൂമാത, മൂന്നാമത്തെ മാതാവ് ഗോമാത എന്ന് പറയുന്നത്. പണ്ടൊരിക്കൽ നാരായണ ഗുരുദേവനോട് പാല് പറ്റിയ പശുവിനെ എന്തുകൊണ്ട് അറുത്തുകൂടാന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ ചോദിച്ചത്, എന്നാൽ മുലപ്പാല് പറ്റിയ അമ്മയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അറുത്തുകൂടാന്നാണ്. അത്രയും ആചാര്യന്മാർ പ്രാധാന്യത്തോടെ കണ്ടിരുന്നു. ഗോമാതാവിൻ്റെ രൂപത്തിലാണ് ഭൂമിദേവി ദേവതകളോട് സങ്കടം ഉണർത്തിച്ചത്. അതിന് പരിഹാരമായിട്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചത്. ഈ താടക വധത്തിൻ്റെ പാഠം
താടക ഒരു നിശാചരിയായ രാക്ഷസിയാണ്. അങ്ങനെയുള്ള താടക സ്വഭാവമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ കിട്ടിയതെല്ലാം നശിപ്പിക്കുകയും കിട്ടിയതെല്ലാം ആഹരിക്കുകയും ചെയ്യുക, മറ്റുള്ളവർ എങ്ങനെയെന്ന ചിന്തയില്ലാത്ത ജീവിക്കുന്നവരെയാണ് താടകയുടെ സ്വഭാവമുള്ളവർ എന്ന് പറയാം. എല്ലാം സ്വന്തമാക്കും. അപ്പോൾ ഒരു സാധകനെ നമ്മുടെ അകത്ത് അന്തരംഗത്തിൽ കാമിനിയായിട്ട് വിരാജിക്കുന്ന താടകയെ വധിക്കാൻ കഴിയണം. ആ താടകയാണ് ആദ്യമായിട്ട് വിശ്വാമിത്രൻ രാമനോട് വധിക്കാൻ പറഞ്ഞത്. താടകാവധത്തിന് ശേഷം മാത്രമേ 52 ദിവ്യായുധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. രാമബാണമേറ്റ താടക സുന്ദരിയായിട്ട് വിഷ്ണുലോകം പ്രാപിച്ചു. ഈശ്വരൻ ഒരു ഭിഷഗ്വരനാണ്. ഈശ്വരൻ ഒരു ഭിഷഗ്വരൻ, ഒരു വൈദ്യൻ. നമ്മൾ പറയാറില്ല എന്തുകൊണ്ട് ദുഷ്ടന്മാർക്കും ഇപ്പം ശിശുപാലനെ വധിച്ചപ്പോൾ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നൊരു ചൈതന്യം ശ്രീകൃഷ്ണനിലേക്ക് ലയിച്ചു പോയി. പൂതനാവധത്തെ ആചാര്യന്മാർ വിശേഷിപ്പിച്ചത് പൂതനാമോക്ഷം എന്നാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ ഒരു ഡോക്ടർ നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? ചിലർക്ക് നല്ല കഷായമുള്ള മരുന്ന് കൊടുക്കും, ചിലർക്ക് നല്ല മധുരമുള്ള ടോണിക് കൊടുക്കും, ചില രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യും. ഇവിടെ പൂതനയും താടകയും അല്ലെങ്കിൽ ശകടാസുരനും ഇത്തരം അസുരന്മാരെല്ലാം ശസ്ത്രക്രിയ വേണ്ട രോഗികളാണ്. ആ ശസ്ത്രക്രിയ, ഓപ്പറേഷൻ, അവരിലെ ആ ദുഷ്ടത നീങ്ങിയിട്ട് ചൈതന്യം ഭഗവാനിലേക്ക് ലയിക്കുന്നു. പാണ്ഡവന്മാരോട് ഭഗവാൻ എങ്ങനെയാണ് ചെയ്തത്? കൈപ്പുള്ള കഷായ കൊടുത്തത്. ഒരുപാട് വനവാസകാലം, യുദ്ധം, അത് ഈശ്വരൻ്റെ ഒരു കർമ്മത്തിനനുസരിച്ചുള്ള. ഗോപികമാർക്ക് ഭഗവാൻ മധുരമുള്ള അരിഷ്ടമോ ടോണിക്കോ ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് പറയുക ഈശ്വരൻ ഒരു ഭിഷഗ്വരനാണ് എന്ന്. താടകക്ക് മോക്ഷം കിട്ടി. അതിനുശേഷം ദിവ്യശരങ്ങൾ 52ഓളം ശരങ്ങളും അതിൻ്റെ പ്രത്യാക്രമണ വിധികളൊക്കെ പഠിപ്പിച്ച് നേരെ അഹല്യയുടെ അടുത്തേക്കാണ് പോകുന്നത്. അഹല്യയുടെ ആശ്രമം കണ്ടു. അഹല്യാശ്രമത്തിൽ നമുക്കറിയാം ഇന്ദ്രനാണ് അഹല്യയെ പ്രാപിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ ദേവനാണ് ഇന്ദ്രൻ. ഗൗതമനാണെങ്കിൽ തീവ്രവ്രതത്തിലുള്ള സമയത്താണ് ഇന്ദ്രൻ കടന്നു വരുന്നത്. നമ്മൾ ഓരോ സാധകനും ഇത്തരം കഠിന വ്രതമെടുക്കുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ പല രീതിയിലും നമ്മളെ പ്രകോപിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും നോക്കും. അപ്പോൾ തലപൊക്കെ ഇന്ദ്രനെ ഉഗ്രശാപം കൊണ്ട് ഇല്ലാതാക്കണം. അഹല്യയും അതുപോലെയാണ്. തപസ്സിന് തടസ്സം ഉണ്ടാക്കും കാമന രൂപത്തിൽ നിന്ന്. അഹല്യക്കും കിട്ടി ശാപം. തീവ്ര സാധകൻ മുന്നോട്ട് പോകുമ്പോൾ രാമൻ, ഇവിടെ നമുക്കറിയാം ബ്രഹ്മസാധകനായിട്ട് പോകുന്ന രാമന് ദാഹവും വിശപ്പും ഇല്ലാതിരിക്കാനാണല്ലോ ബലയും അതിബലയും പഠിപ്പിച്ചത്. രാമൻ്റെ ഉള്ളിലുള്ള കാമവാസനകളെ താടകയെ വധിച്ചുകൊണ്ടാണല്ലോ കർമ്മയോഗിയായിട്ട് മാറുന്നത്. ഒരു സാധകൻ്റെ സർവ ആചരണങ്ങളോടും കൂടിയുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് ആ അർത്ഥത്തിൽ രാമായണം. സ്വയംവരമാണ് അടുത്തത്. സീതാ സ്വയംവരം മിഥിലയിൽ വെച്ച്. അവിടെ സ്വയംവര സമയത്ത് അച്ഛനും അമ്മയും ഉണ്ടാവണം മക്കൾ മാലയിടുമ്പോൾ എന്ന് ആർഷ ഭാരതം പണ്ട് മുതലേ പറയുന്നതാണ്. മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാതെ വിവാഹം നടക്കരുത്. അതുകൊണ്ടാണ് വില്ല് ഒടിച്ചിട്ടും ആ സമയം തന്നെ രാമൻ മൈഥിലിയുടെ കഴുത്തിൽ മാലയിടാത്തത്. അന്ന് ആലോചിക്കണം, പെണ്ണിന് സ്വയം വരിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിരുന്നു. ആണിനല്ല വിവാഹത്തിനുള്ള അധികാരം പെണ്ണിനാണ്. അതുകൊണ്ടാണ് വിവാഹത്തെ സ്വയംവരം എന്ന് വിശേഷിപ്പിച്ചത്. സ്ത്രീക്ക് സ്വയം വരിക്കാനുള്ള അധികാരം ഉണ്ടായിട്ട് പോലും അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തിന് കാത്തുനിന്ന ഒരു വലിയ പാഠം രാമായണം പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം എങ്ങനെയായിരിക്കണം? അനാദികാലമായിട്ട് ഭാരതം പിന്തുടരുന്ന 16 ആചാരങ്ങളിൽപ്പെട്ട ഗർഭാധാനം തൊട്ട് 16ാമത്തേതായ അന്ത്യേഷ്ടി വരെയുള്ള 16 ക്രിയകളിൽ, 16 അടിയന്തിരങ്ങളിൽ, 16 സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവാഹ സംസ്കാരം. ഒരു വിവാഹം എങ്ങനെ നടത്തണം എന്ന് അറിയേണ്ടവർ സീതാസ്വയംവരത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ചിരിക്കണം. അതിശ്രേഷ്ഠമായിട്ട്
പിതാവ് വേണം പുത്രിയെ പ്രതിശ്രുത വരൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. ആ സമയം പുത്രിയുടെ അച്ഛൻ ജനകൻ പറയും, ഇവിടെ ജനകനാണ് പിതാവ്, പതിധർമ്മം ചരേ വൈദേ, നീ ഇനി മുതൽ ഭർത്താവിൻ്റെ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കണം. ഈ കാര്യം കാട്ടിലേക്ക് പോകുന്ന സമയം സീത രാമനോട് പറയുന്നുണ്ട്. സീതയെ കൂട്ടാതെ പോയ സമയത്ത് രാമ, എൻ്റെ കൈ പിടിച്ച് പാണിഗ്രഹണം ചെയ്ത സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇനി ഭർത്തൃമാർഗത്തിൽ ഭർത്താവിൻ്റെ ധർമ്മം പിന്തുടരണം എന്ന്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭാഗമാണ്. അത് സീത പിന്തുടർന്ന് കാണിക്കുകയാണ്. അതാണ് ഭാരതത്തിലെ സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് പറയുന്നത്. സീത സ്വയംവരം കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് വരുന്നിടത്ത് ഇന്നത്തെ ഭാഗം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.